ജീവസന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ധ്യാനഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. അവൻ ഈ ഉപമയും പറഞ്ഞ്, ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വിവിധ നിലകളിലുള്ള ഉപമകളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമ പറയുന്നതിന് മുമ്പ് അതിന് മുഖവുരയായി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉപമ വളരെ ശ്രദ്ധേയരായി കൊടുക്കേണ്ട ഒരു ഉപമയാണ്. മുഖവുര തന്നെ വളരെ പ്രാഗൽഭ്യമുള്ളതും ഗഹനമായി ചിന്തിക്കേണ്ടതുമായ ഒരു ഉപമയാണ് എന്നുള്ളത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഒരു ഉപമയാണ് പറഞ്ഞത്. ആ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക പദപ്രയോഗങ്ങളാണ് എന്നെ ചിന്തിപ്പിക്കാനിടയായത്. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം, അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല. അതിൻ്റെ യജമാനൻ ഫലം തിരയുകയാണ്, തോട്ടക്കാരൻ ഫലം തിരയുകയാണ്, പക്ഷേ ഫലം കാണുന്നില്ല. കണ്ടില്ല താനും എന്നാണ് വായിക്കുന്നത്. അങ്ങനെ ഇരിക്കെ യജമാനൻ അവിടുത്തെ തോട്ടക്കാരനോട് പറയുന്ന ഒരു കാര്യം, 7-ാമത്തെ വചനം, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരികയാണ്, കാണുന്നില്ല. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്. 2 പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങളുണ്ട് അവിടെ. അത്തിയിൽ ഞാൻ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല. അത് വെട്ടിക്കളക, നിലത്തെ നിഷ്ഫലമാക്കുന്നതിന്. പ്രിയമുള്ളവരെ, ഈ അത്തി നമ്മെ ഓരോരുത്തരെയും കുറിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല. നാം ദൈവത്തിന് ഫലം കായ്ക്കേണ്ടവരാണ്, ദൈവത്തിന് പ്രയോജനമുള്ള ആളുകളാകേണ്ടവരാണ്. പക്ഷേ നമ്മിൽ ഫലമുണ്ടോ എന്നുള്ളത് ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നന്നായിരിക്കും. കാണുന്നില്ല താനും എന്നാണ് തോട്ടക്കാരൻ പറയുന്നത്. എന്നിട്ട് തോട്ടക്കാരൻ അവിടെ വളരെ വ്യക്തമായി ഒരു കാര്യം പറയുന്നത് കാണാൻ കഴിയും. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്. തോട്ടക്കാരനോട് പറയുകയാണ്, അതിനെ വെട്ടിക്കളയണം, അതിന് നിഷ്ഫലമാക്കുന്നത് എന്തിനാണ്. നിലത്തെ നിഷ്ഫലമാക്കുന്ന വ്യക്തികളാണോ നാം? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാം ഫലം കൊടുക്കുന്നവരാണോ? കർത്താവിന് പ്രയോജനമുള്ളവരാണോ? നമ്മുടെ ജീവിതം കൊണ്ട് ആത്മീകമായി ചിലർക്കെങ്കിലും വ്യതിയാനം വന്നിട്ടുണ്ടോ? ഒരുപാട് പേരെ കർത്താവിലേക്ക് നേടുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരാളെയെങ്കിലും കർത്താവിലേക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ നേടിയ ആളെ ആത്മാവിലുള്ള ശിക്ഷണ നടപടികൾ കൊണ്ട്, ആത്മാവിലുള്ള പ്രാക്ടിക്കൽ കൊണ്ട് അവനെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുന്ന ഒരു ഫലം ഉണ്ടാകുന്നുണ്ടോ? പ്രിയമുള്ളവരെ, മിഷണറിമാർ ഇന്ത്യയിൽ വന്നു. അവർ ചെയ്ത സേവനങ്ങൾ എത്രയോ വലുതാണ്. അവർ ഒരു ആളിനെ രൂപാന്തരപ്പെടുത്താൻ എത്രയോ വർഷങ്ങൾ വേണ്ടി വന്നു. ഭാഷാ നിഘണ്ടു ഉണ്ടാക്കിയ ആളുകൾ, ഭാഷയ്ക്ക്, ഹിന്ദി ഭാഷയ്ക്കും അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ ഭാഷകൾക്കും ഡിക്ഷണറീസും അതിന് വ്യാകരണം ഉണ്ടാക്കിയ മിഷണറിമാർ എത്രമാത്രം അധ്വാനിച്ചു. ഒരു പുരുഷായുസ് മുഴുവൻ അവർ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. നമുക്കെന്ത് പറയുവാൻ കഴിയും? നമ്മെ ഓരോ സ്ഥാനങ്ങളിൽ കർത്താവാക്കിയിരിക്കുന്നു. നമ്മുടെ മക്കളെ നേടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വേറെ ആരെയും നേടിയില്ലെങ്കിലും നമ്മുടെ മക്കളെ ആത്മീയ പാതയിൽ വളർത്തുവാൻ, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി കരുതുവാൻ, അതായിരിക്കാം ദൈവം നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്തം. പ്രിയമുള്ളവരെ,
ഫലം കണ്ടില്ല. അതുകൊണ്ട് നിഷ്ഫലമാക്കാതിരിക്കേണ്ടതിന് വെട്ടിക്കളയുക. പക്ഷേ ആ തോട്ടക്കാരൻ പറയുന്നത് വളരെ ചിന്തനീയമായൊരു കാര്യമാണ്. അതിന് ചുറ്റും കിളച്ച് വളവിടുവോളം ഒരു ആണ്ടും കൂടെ, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. വളമിട്ടതുകൊണ്ട്, കിളയ്ക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ആ അത്തി കായ്ച്ചു എന്ന് വരാം. നമ്മയും ദൈവം ഓരോ ആണ്ടും നിർത്തിയിരിക്കുകയാണ്. ഫലം കായ്ക്കുന്നുണ്ടോ എന്നുള്ളതിന് നാം തന്നെയാണ് ആത്മാർത്ഥമായി ഉത്തരം പറയേണ്ടത്. മറ്റുള്ളവർക്ക് പ്രയോജനീഭവിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യുവാനും കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാനും ഇടയാകട്ടെ. അവിടെ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. മേലാൽ കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം എന്നുത്തരം പറഞ്ഞു. ഒരു വലിയ മുന്നറിയിപ്പും കൂടെ അവിടെയുണ്ട്. ഫലം കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് അത്തിയെക്കുറിച്ച് തോട്ടക്കാരനും യജമാനനും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ്, ദൈവത്തിൻ്റെ ആർദ്രത കൊണ്ടാണ്. ഓരോ ദിവസവും ഓരോ വർഷവും നമ്മെ പരിപാലിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ നമുക്ക് ദൈവത്തിൽ നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല. എന്നാൽ മഹോന്നതനായ ദൈവം നമ്മളെ നടത്തുന്ന വഴികൾക്കായി, വിധങ്ങൾക്കായി ഹൃദയപൂർവ്വം ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഓരോ നിമിഷവും ഞങ്ങളെ നിലനിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ആ അത്തിവൃക്ഷത്തെ വെട്ടിക്കളയാതിരുന്ന തോട്ടക്കാരനെ പോലെ, യജമാനെ പോലെ കർത്താവെ, ഞങ്ങളോടും അവിടുന്ന് കരുണ കാണിക്കുന്നത് കൊണ്ട് നന്ദി. ഓരോ വർഷവും ഞങ്ങളെ നിലനിർത്തുന്നുകൊണ്ട് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.